മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് പണി ഉടൻ പൂർത്തിയാകുമെന്ന മന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി. രൂക്ഷമായ വെള്ളക്കെട്ടിൽ ജനജീവിതം ദുസ്സഹമായതോടെ ജൂൺ 15-നകം റോഡ് പണി തീർക്കുമെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി നൽകിയ ഉറപ്പ്. എന്നാൽ നഗരത്തിന്റെ പലയിടങ്ങളിലും പണി തീരാൻ ഇനിയും ദിവസങ്ങൾ വേണം. ഇതോടെ ആശങ്കയിലായിരിക്കുകയാണ് ജനങ്ങൾ. ആരെങ്കിലും തെറ്റിച്ചെറി വിഴുന്നു പോയാൽ ജോലി തീർന്നു. ഈ മാസം 15ഓടുകൂടി സ്മാർട്ട് സിറ്റി റോഡുകൾ 10 സഞ്ചാരയോഗ്യമാക്കുന്ന നിലയിൽ പൂർത്തീകരിക്കുമെന്നുള്ള നിലയിലുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത്. നമ്മൾ മരിക്കും മുമ്പ് ഈ റോഡെങ്കിലും ഓപ്പൺ ആവുമോ? എവിടെ ആവാം? ഈ പൊങ്കാലയ്ക്ക് ആവില്ല. സ്മാർട്ട് റോഡുകൾ സ്മാർട്ടാകുമെന്ന് മന്ത്രി പറഞ്ഞ അവസാന തീയതി ഇന്നലെ കഴിഞ്ഞു. എന്നിട്ടെന്താ റോഡ് ഇങ്ങനെ എന്നാണെങ്കിൽ മന്ത്രി പറഞ്ഞ വാക്ക് പാഴ്വാക്കായി എന്ന് കൃത്യമായി പറയേണ്ടി വരും. സ്മാർട്ട് റോഡ് പണിയിൽ പെട്ടിരിക്കുകയാണ് തലസ്ഥാനത്തെ ജനങ്ങൾ. ഒപ്പം റോഡിനിരുവശവും ഓടയുടെ നിർമ്മാണവുമായതോടെ കച്ചവടമില്ലാതെ വ്യാപാരികളും. കച്ചവടം ഇല്ല, എല്ലാം ഈച്ചയിലേ ആയി. നമുക്ക് വീട് വാടക, കട വാടക എല്ലാം പലിശയ്ക്ക് വാങ്ങിക്കൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യണം. എങ്ങനെ നമ്മൾ ജീവിക്കും? ആദ്യം നൽകിയ ഉറപ്പ് ഏപ്രിലിൽ തീർക്കുമെന്ന്. അത് കഴിഞ്ഞു പിന്നെ മെയ് ആയി. മഴ കനത്തപ്പോൾ വെള്ളക്കെട്ടും സ്മാർട്ട് റോഡ് കുഴികളും ദുരിതത്തിന്റെ ആഴമേറ്റി. പിന്നാലെ അവലോകന യോഗം ചേർന്ന സ്മാർട്ട് റോഡ് ഇന്നലേക്കുള്ളിൽ സ്മാർട്ടാകുമെന്ന് പിന്നെയും ഉറപ്പ്. പക്ഷേ പറഞ്ഞത്ര സ്മാർട്ടായില്ല പണി പൂർത്തിയാക്കൽ. ചില റോഡുകൾ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കി തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്നാലും ചിലയിടത്ത് ഇതാണ് സ്ഥിതി. കാലവർഷം എത്തിയിട്ടേയുള്ളൂ. ശക്തി പ്രാപിച്ച് വെള്ളക്കെട്ടുണ്ടാകുമ്പോഴാണ് ഇതിലൊരു ചർച്ച ഇനി വീണ്ടും നടക്കുക. ഇനിയും അവസാന തീയതി പറഞ്ഞു പറ്റിക്കാതെ പണി പൂർത്തിയാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.